നമ്മള് ഇത്താത്താന്റെ വീട്ടിലെത്തി. ഞങ്ങളിവിടെ ജാംജൂമിലുള്ളത് രണ്ടാളിതാ മുട്ടായി നിന്ന്. മക്കൾക്ക് ഉമ്മ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കയറിയത്. അപ്പോൾ അത് പൊതിയാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇതുവരെ കൊണ്ടുവന്നിക്കില്ല. ഓൻ്റെ ഫോണും എടുത്ത് എൻ്റെ വാച്ച് വാങ്ങി കൈ കിട്ടിയിട്ടാണ് വരുന്നത്. അതിന് ഓഫാക്കിയിട്ട് നോക്ക്, തിരിഞ്ഞു പോലും നോക്കാണ്ട് തിന്നുന്ന അത് നോക്ക്. അതാ പൊതിഞ്ഞ. അതെന്തിനാ പൊതിയുന്നേ? മോനോന്റെ പൊതിഞ്ഞോ? ഒന്നുമില്ല. അത് കുഴപ്പമില്ല. സാധനം ഒന്നല്ല. അത് ഇല്ല ഇല്ല, അത് കുഴപ്പമില്ല. സാധനം ഒന്നല്ല. പൊളിക്കുമ്പോ പ്രശ്നം ഉണ്ടാവില്ല. എന്നാ പോവാ. നടക്ക് നടക്ക്. മറ്റന്നാള് മോനൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് വേണ്ടി വന്നതാണ്. അപ്പൊ നാളെയാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്നിങ്ങോട്ടേക്ക് നിന്ന് ഇന്നിവിടെ നിന്ന് നാളെ നിന്ന് മറ്റന്നാൾ രാവിലെ വന്ന് സ്കൂളിലാക്കിയിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്ന് കയറി ഡ്രസ്സൊക്കെ മാറ്റി ചോറ് കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞിക്ക് ഓളെ ബർത്ത്ഡേന് 13-ാം തീയതി. അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടേന്. അപ്പോൾ അതിൻ്റെ വേണ്ട സ്റ്റാൻഡാണിത്. ഇനി ഇത് പൊളിക്കണം. മോനൂസിന് ഗിയർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അത് അപ്പുറത്തുണ്ട്. അതും പൊട്ടിച്ചിട്ടില്ല. അത് പൊട്ടിക്കുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ രണ്ടാളതും ഓളത് 13-ാം തീയതി. രണ്ടാളതും ഒരു മാസം ആയതുകൊണ്ട് ഒരുമിച്ച് കഴിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ നാളെ പരിപാടിയിൽ ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഗിയർ സൈക്കിൾ ആട്ടെ ഇതിനകത്ത്. ഇത് അതിന് തുരന്നെടുത്ത് ഇതിനുള്ള എന്താ ഉള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് കുറേ ദിവസമായി ഒന്ന് കൊണ്ടുവച്ചിട്ട്. ഇതാ അവന്റെ സൈക്കിള് തുറന്നു ഗൈസ്. പുറത്തേക്ക് എടുത്തില്ല കേട്ടോ. ഇത് ഇനി ആ മഴയത്ത് വെയിലത്ത് ഇട്ടിട്ട് ഒരു മാസം കൊണ്ട് കേടുവരുത്തണേ കേട്ടോ. ചക്കള കാക്കന്റെ ചക്കള, കാക്കന്റെ ചക്കള പൊട്ടിക്കണ്ടേ? റോട്ടമ്മ വിടൂല. ഇതാ സൈക്കിൾ ഏകദേശം നന്നാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഗിയർ സെറ്റാക്കാനുണ്ട്. അതും കൂടി ഒന്ന് സെറ്റാക്കിയാൽ സംഭവം ഓക്കെ. കുഞ്ഞിത്താത്ത ലാമിനേറ്റ് ചെയ്ത് ഇനി പഴങ്കോടൊക്കെ പാർസൽ അയക്കാം. അവനെ ലാമിനേറ്റ് ചെയ്ത് അത് ഞാൻ കൊറേ നോക്കി റെഡിയാവുന്നില്ല. അപ്പൊ അപ്പൊ അതിന്റെ സൈക്കിള് റെഡിയാക്കി അവസാനം പകുതിയാക്കി വെച്ചിരുന്നു. നാളെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ബാക്കിയും കൂടി സെറ്റ് ആക്കണം. സൈക്കിള് നന്നാക്കുന്ന ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. കോഴി പാഴ്സും പിന്നെ എന്താ കടി ഉണ്ടാക്കുന്നത് ഒക്കെ ഉണ്ടാക്കുകയാണ്. ഈ വെള്ളത്തിന്റെ അവസ്ഥയൊക്കെ ഒരു ഇതാണ്. ഇനിയിപ്പോ കമ്പ്യൂട്ടറും കൂടി സെറ്റ് ആക്കണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം ഇതിന് ലെങ്ത് ഒരുപാട് ആവും. അതുകൊണ്ട് അത് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ അതാ നമ്മുടെ പായസം ഇവിടെ ആയിക്കൊണ്ട് ഉണ്ട് കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കുന്നത്. ഫോണകത്ത് എവിടെ കൊണ്ടാവും ഗൈസ്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുക. താത്തപ്പുറത്തുനിന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചിക്കനൊക്കെ മസാല വരക്കി വെച്ചിട്ട് ചിക്കനൊക്കെ വേവിക്കാൻ തന്നെ വെച്ചിരുന്നു. അപ്പം നമുക്കത് നോക്കാം. ഇവിടെ ഒരാൾ സ്പെഷ്യൽ തിന്നാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ചോറില്ല, രാവിലെ കടിയില്ല, ഒന്നുമില്ല. സ്പെഷ്യലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മസാല വരക്കിയിട്ട് ഇത് ഒന്ന് ചൂടാൻ വെച്ചാൽ വേവിക്കാൻ വെച്ചോ? വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചതാ. അതാ വട്ടച്ചെമ്പിൽ അതായും കൊണ്ട് നിൽക്കുന്നുണ്ട്. എണ്ണയായോ അവിടെ?
ഇവിടെ കമ്പ്യൂട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ ഓണാക്കി മോനൂസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന് അതാണ് അവിടെ ബുക്കും ലേസിൻ്റെ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഓക്കെ മറ്റേ ഒരു എന്താ പറയുക അങ്ങനെ ഇതായിട്ടുള്ള സ്ക്രീനാണ് കേട്ടോ. എന്താ പറയേണ്ട ഒരു ഇതുപോലുള്ള കർവ് പോലുള്ളത്, സ്ട്രൈറ്റ് ആയിട്ടുള്ളതല്ല. സംഭവം ഭയങ്കര ആ ഇതിന് ലൈറ്റൊക്കെ ഉണ്ട്. അതിന് ഓണാക്കുമ്പോൾ ഞാനത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓണാക്കുന്ന സമയത്ത്. എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയപ്പോൾ അടിപൊളിയായി. അപ്പോൾ അതാ നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ അതാ ലൈറ്റ് ഉണ്ട്. ഞാൻ ഫ്ലാഷ് അടിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് മനസ്സിലായി. ഇതുണ്ടോ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി വരും. പിന്നെ അതാ അവന് ഗൂഗിളിൽ പോക്കി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ കാർഡിൻ്റെ കാലൊക്കെ അതാ കെട്ടിച്ചുകൊണ്ടുവന്നിട്ട് കാലിന് എന്തോ സംഭവിച്ചിട്ട് ഇതാ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ എന്താ അറിയില്ല, വേദന കെട്ടിയാന്ന് പറഞ്ഞു. കെട്ടിയ ആൾക്കും അറിയില്ല തോന്നുന്നു എന്താ പറ്റിയത്. അതിനിടയിൽ കൂടെ കാലിലിട്ട് ചവിട്ടിക്കുണ്ടാവൂലേ. എന്നാ കളിച്ചോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.